സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇന്ന് എനിക്ക് എന്താ ഇത്ര എനർജി? അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ നാട്ടിലെത്തിയതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആകെ ഒരു തിരക്ക് പിടിച്ച ദിവസമാണ്. നമുക്കിവിടെ നിന്ന് 5 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്ങും ലാസ്റ്റ് മിനിറ്റ് ക്ലീനിങ്ങും ഒക്കെ കൂടിയ ഒരു വീഡിയോ ആണ് ഇത്. നമ്മൾ ഇന്ന് വൈകുന്നേരം സെൻട്രലിൽ നിന്ന് ട്രെയിനിന് കോപ്പൻഹേഗൻ എത്തും. അവിടെ നിന്ന് നാളെ രാവിലെ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കിച്ചൺ വേസ്റ്റും നമ്മുടെ റൂമിലെ വേസ്റ്റും ബാത്റൂമിൻ്റെ വേസ്റ്റും എല്ലാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും സെപ്പറേറ്റ് ബോക്സ് ഉണ്ട്. ഫുഡ് വേസ്റ്റ് വേറെ, പേപ്പർ വേസ്റ്റ് വേറെ, പ്ലാസ്റ്റിക് വേറെ, അങ്ങനെയാണ് ഡംപ് ചെയ്യുന്നത്. അപ്പോൾ അനൂപ് പോയപ്പോൾ ഞാൻ അതെല്ലാം കൂടെ കൊടുത്തു വിട്ടിട്ട് വീണ്ടും ഹോളും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തിരിച്ചെത്തുള്ളൂ. അങ്ങനെ ക്ലീനിങ് പരിപാടിയെല്ലാം ഏകദേശം ഒതുക്കിയിട്ട് ഞങ്ങൾ നേരെ പാക്കിങ്ങിലോട്ട് കടന്നു. പാക്കിങ്ങിലൊരു ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ അതെന്തായാലും ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ അതൊന്ന് ക്ലിയർ ചെയ്ത് എല്ലാം കൂടെ ഒതുക്കിയായിരുന്നു. നമുക്കൊരു പെട്ടി ഇച്ചിരി വെയിറ്റ് കൂടുതലാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പാക്കിങ് കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വേഗം ഇറങ്ങാം. കുളിച്ചിറങ്ങി പുറത്തോട്ട് നോക്കിയപ്പോൾ ആകെ മൊത്തം ഒരു മൂടിക്കെട്ടിയ അവസ്ഥയായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. അപ്പോൾ അതിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാം ഷടപടയെന്നായിരുന്നു. പെട്ടി റെഡി, അനൂപ് റെഡി, ഞാൻ റെഡി. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. സെറ്റ്. ഇവിടെ 6 മണിയായി. നമ്മൾ പയ്യെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ റെഡി, പെട്ടി റെഡി, അനൂപ് റെഡി. നാട്ടിലോട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീടൊക്കെ പൂട്ടി ഇറങ്ങുമ്പോൾ മനസ്സിനകത്ത് ഒരു വല്ലാത്ത ഹെവിനെസ് ഫീലാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇനി തിരിച്ചെത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി സെൻട്രലിൽ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ സ്റ്റേഷനിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. കാരണം നമുക്ക് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഷോപ്പും കാര്യങ്ങളും ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ വിശക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ ഞങ്ങൾ സ്റ്റേഷനിലോട്ട് പോയി. താർലിക്കായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം അതാകുമ്പോൾ കഴിച്ച് കഴിഞ്ഞാലും അത്യാവശ്യം ഫില്ലായിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ റെസ്റ്റോറൻറ്റിൽ എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. റെസ്റ്റോറൻറ്റിൽ അവിടെ എല്ലാവരും ഞങ്ങൾക്ക് വിഷസൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മൾ സ്ഥിരം കയറുന്ന കടയാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും നമ്മളെ പരിചയമാണ്. അങ്ങനെ സെൻട്രൽ സ്റ്റേഷനെത്തി. സെൻട്രൽ സ്റ്റേഷനൊക്കെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈവനിങ് ടൈം, ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട്. പുറത്ത് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ ടൈം ആയപ്പോഴത്തേക്കാണ് അങ്ങോട്ട്. പിന്നെ ട്രെയിൻ ജേണിയിലും വിശക്കണ്ടെന്ന് കരുതിയിട്ട് ബർഗർ കിങ്ങിൽ നിന്ന് നമ്മൾ 2 ബർഗറും കൂടെ വാങ്ങിച്ചിരുന്നു. വേറെ ഒന്നുമല്ല, പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചെറിയ വിശപ്പിൻ്റെ അസുഖമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ട്രെയിൻ വന്നു. നമ്മൾ ലഗേജൊക്കെ എടുത്ത് ട്രെയിനിൽ കയറി. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ട്രെയിനുകളെല്ലാം തന്നെ നല്ല ഫാസ്റ്റിലാണ് പോകുന്നത്. നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്പേസും ഇവിടുത്തെ ട്രെയിനുകളിലുണ്ട്. അപ്പം നമ്മുടെ 2 പെട്ടി, വലിയ 2 പെട്ടി അവിടെ വെച്ചു. പിന്നെ മീഡിയം പെട്ടി നമുക്ക് ഇരിക്കുന്ന സീറ്റിൻ്റെ മുകളിലായിട്ട് വെക്കാൻ പറ്റും. സീറ്റിൽ വന്നിരുന്നപ്പോൾ കൂട്ടിന് നല്ലൊരു പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു, കണ്ടോ. യാത്രയൊക്കെ തുടങ്ങി. ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കുറേ നേരം നോക്കിയിട്ടും ഉറക്കം നടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാനൊന്ന് ഉറങ്ങിയൊക്കെ എണീച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാൽമോ എത്തിയിട്ടുണ്ടായിരുന്നു. മാൽമോയുടെ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അടുത്ത ട്രെയിനിനാണ് കോപ്പൻഹേഗനിലോട്ട് പോകേണ്ടത്. അവിടുത്തെ എല്ലാ വോളിലും ഇങ്ങനെ ഓരോ സ്ഥലത്തെ ഫോട്ടോസ്, വീഡിയോസും ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ കണ്ടിരിക്കാൻ നല്ല ഭംഗി. സ്റ്റേഷൻ്റെ തൊട്ട് മുകളിൽ തന്നെയായിരുന്നു എയർപോർട്ട്. അപ്പോൾ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് കയറി. ഇനി ഇവിടെ മുതലാണ് ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 ഇത്രയും വിശേഷങ്ങളാണ് ഉള്ളത്. പാർട്ട് 2 ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഫുൾ ജേണിയുടെ വിശേഷങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് എയർപോർട്ടിനകമാണ്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല, ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട്. അങ്ങനെ കോപ്പൻഹേഗൻ എയർപോർട്ട് എത്തി. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 3 hours കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ലോങ് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. കോപ്പൻഹേഗൻ ടു അബുദാബി, അബുദാബി ടു ട്രിവാൻഡ്രം. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ വലിയൊരു റഷ് ഒന്നുമില്ല. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ ഞാൻ എൻ്റെ കോപ്പൻഹേഗൻ ടു ട്രിവാൻഡ്രം വരെയുള്ള ജേർണി കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വിശേഷവുമായി ഉടനെ തിരിച്ചെത്തുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സായി.